2 തീമോഥെയോസ് 2:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. മതി. 3 തരത്തിൽ അവിടെ പൗലോസ് പറയുന്നു ഞാൻ സഹിക്കുന്നു. ഒന്നാമത് പറയുന്നു, ഒരു ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ഞാൻ കഷ്ടം സഹിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരൻ അല്ല, യാതൊരു ദുഷ്പ്രവർത്തിയും പൗലോസിന്റെ ജീവിതത്തിൽ വന്നില്ല, എങ്കിലും ലോകം പറയുന്നു അവൻ ദുഷ്പ്രവർത്തിക്കാരൻ. അങ്ങനെ പറയുക മാത്രമല്ല, ആ തരത്തിൽ കഷ്ടം സഹിക്കുകയും ചെയ്യുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞത്, സഹിക്കുന്നു എങ്കിൽ നമ്മൾ കൂടെ വാഴും. യേശുവിനോട് കൂടെ വാഴുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. സഹിക്കുന്നില്ല എങ്കിൽ കൂടെ വാഴാൻ പറ്റുകയില്ല. എന്താണ് സഹിക്കുക? ദൈവ ഇഷ്ടം ചെയ്യുക. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ കാണും, നമ്മുടെ മനസ്സിന് തോന്നുന്നത് കാണും, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മെക്കുറിച്ചുള്ള താല്പര്യങ്ങൾ കാണും. അതല്ല ദൈവ ഇഷ്ടത്തിന് വേണ്ടി എൻ്റെ ഇഷ്ടം വേണ്ടെന്ന് വയ്ക്കുന്നു എങ്കിൽ നമുക്ക് കർത്താവിനോടുകൂടെ വാഴാം. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? ഈ ലോകത്തിൽ എനിക്കും നിങ്ങൾക്കും പലതിനോടും താല്പര്യം കാണും. ഈ ലോകത്തിൽ ചിലതൊക്കെ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹം കാണും. എന്നാൽ അത് ദൈവത്തിന് ഇഷ്ടമാണോ, അത് ദൈവപ്രസാദമുള്ളതാണോ എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാൻ, അങ്ങനെ അല്ലെങ്കിൽ അതിനെ വിട്ടുകളയാൻ, അത് സഹിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിനോടുകൂടെ വാഴാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഞാനന്ന് പറഞ്ഞു, ഈ ക്രിസ്തുമാർഗം എന്ന് പറയുന്നത് കർത്താവിൻ്റെതായ മുമ്പാകെ വന്ന് പ്രാർത്ഥിച്ച സ്വന്തം ഇഷ്ടങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു മാർഗമല്ല ഈ ക്രിസ്തുമാർഗം. പലരും അതിനെ അങ്ങനെ വളച്ചൊടിക്കുന്നുണ്ട്. അതിന് പകരമായി പുസ്തകം പറയുന്നത്, എൻ്റെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെച്ച് കർത്താവിന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യുന്നതാണ് ക്രിസ്തുമാർഗം. കുറെ സ്വന്തം താല്പര്യങ്ങളുമായി മോഹങ്ങളുമായി ദൈവസന്നിധിയിൽ വരരുത്. നീ ചിലപ്പോൾ അതൊക്കെ സാധിച്ചെന്നിരിക്കും. ഒന്നുകൂടെ പറയുന്നു, ആ മോഹങ്ങളൊക്കെ ചിലപ്പോൾ സാധിച്ചെന്നിരിക്കും. അതിലല്ല കാര്യം, കൂടെ വാഴുന്നതിലാണ് കാര്യം. പ്രൈസ് ദി ലോർഡ്. സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. മൂന്നാമത്തേത് 10ാമത്തെ വാക്യം. അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. സ്തോത്രം. മറ്റുള്ളവർക്ക് രക്ഷ ഉണ്ടാകേണ്ടുന്നതിന്, മറ്റുള്ളവർ കർത്താവിനെ അറിയുവാൻ ഞാൻ അവർക്കായി സഹിക്കുന്ന കഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഇതിലേക്കാണ് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ വരേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഇന്ന് സഹിക്കാൻ മനസ്സില്ലാത്ത ഒരു തലമുറയാണ്. അവർ ചോദിക്കുന്നു, എന്തിന് സഹിക്കണം? ഒരായുസല്ലേ ഉള്ളൂ, അതിങ്ങനെ സ്പോയിൽ ചെയ്യണോ? സ്തോത്രം. മറ്റുള്ളവർക്ക് വേണ്ടി ഹോമിക്കാനുള്ളതാണോ എൻ്റെ ജീവിതം എന്നാണ് ചിലർ ചോദിക്കുന്നത്. ഞാനതിൻ്റെ മറുപടി പറയട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി ഹോമിക്കാനുള്ളതാണ് ജീവിതം. അവിടെയാണ് സന്തോഷം കിട്ടുന്നത്. അനേകര് എൻ്റെ ഈ നന്മയ്ക്ക് വേണ്ടി ജീവിതം ഹോമിച്ചത് കൊണ്ടാണല്ലോ ഞാൻ നിൽക്കുന്നത്, അല്ലേ? ഒരമ്മ 9 മാസം ചുമന്ന് കഷ്ടപ്പെട്ട് വേദന അനുഭവിച്ച് ലാളിച്ച് വളർത്തി എല്ലാ തരത്തിലും ഇങ്ങനെ വരുത്തിയാണ് ഇങ്ങനെ ഇതുവരെ എത്തിയത്. അപ്പം ആ വ്യക്തി ചോദിക്കുകയാണ്, ഞാൻ എന്തിന് ഹോമിക്കണം? സ്തോത്രം. എത്ര ബാലിശമായ ചോദ്യം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം.
അനേകരിൽ നിന്ന് നന്മ അനുഭവിച്ചിട്ട് അനേകരുടെ കഷ്ടപ്പാടിൽ നിന്ന് ഞാൻ സന്തോഷത്തോടെ ഇരുന്നിട്ട് ഞാൻ എന്തിന് സ്പോയിൽ ചെയ്യണമെന്നുള്ള ചിന്തയല്ല വരേണ്ടത്. എന്നിലൂടെ ആരൊക്കെ നന്മകൾ നൽകാം. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? ഹല്ലേലൂയ. എന്നിലൂടെ ഞാൻ അല്പം കഷ്ടപ്പെട്ട, ഞാൻ അല്പം ബുദ്ധിമുട്ടിയാൽ അതിലൂടെ ചിലർക്ക് രക്ഷ വരുമെങ്കിൽ, ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം, അവതിലൂടെ അവിടെ രക്ഷ വരുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. സ്തോത്രം. രക്ഷയ്ക്കായിട്ട് ഞാൻ അവർക്കായി സഹിക്കുന്നു. അപ്പൊ സഹിക്കുന്നതിൻ്റെ മാനദണ്ഡം, മറ്റുള്ളവർക്കായി സഹിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് എന്താണ്? അതവർക്ക് രക്ഷയായി വരണം. രക്ഷയ്ക്കുതകാത്ത ഇടത്ത് സഹിച്ചിട്ട് പ്രയോജനമില്ല. സഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? രക്ഷയ്ക്കുതകേണ്ടുന്നതിന് വേണ്ടിയാണ്. ഞാൻ അവർക്ക് രക്ഷ വരുവാൻ സകലതും സഹിക്കുന്നു. സ്തോത്രം. അങ്ങനെ ഈ പൗലോസും സഹിച്ചിട്ടുള്ളൂ. അല്ലാതെ ദുരുപദേശങ്ങൾക്കെതിരെ, മറ്റ് സഭയ്ക്കകത്തുണ്ടായ ദൈവഹിതമല്ലാത്ത പ്രവർത്തികൾക്കെതിരെ ഒക്കെ സഹിക്കുകയല്ല പൗലോസ് ചെയ്തത്. അതിനെതിരെ ശക്തമായി തൻ്റെ എഴുത്തുകൊണ്ടും തൻ്റെ പ്രസംഗം കൊണ്ടുമൊക്കെ അതിനെതിരെ പൗലോസ് നിന്നിട്ടുണ്ട്. അപ്പോൾ സഹിക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ട് വരേണ്ടത് രക്ഷ വരണം. ആ ഭാഗം നമ്മൾ ചിന്തിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ഒരു വല്ലാത്ത ഒരവസ്ഥയാണ്. പുതിയ തലമുറയിലൊക്കെ വല്ലാത്ത കയറി പിടിച്ചിരിക്കുകയാണ്. ഒരു 35-40 വയസ്സായാലും വിവാഹം വേണ്ട. അവരോട് പറയും, എന്തിനാണ് നമ്മളിപ്പോൾ സ്വതന്ത്രമായിട്ട് നടക്കുകയല്ലേ, ഇനി അടുത്തൊരാളോട് അനുവാദം ചോദിക്കണം. മറ്റേത് ഇപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് ഫ്ലൈ ചെയ്യാം. പിന്നെ അഥവാ വിവാഹം കഴിഞ്ഞാലും മക്കൾ വേണ്ട, സ്തോത്രം, എന്നൊക്കെയുള്ളൊരു ചിന്തയാണ്. മക്കളെ വളർത്താൻ വയ്യ, അത് പിന്നെ ബാധ്യതയായി പോവും പറയാണ്. ഇപ്പം നിങ്ങളാ നിങ്ങൾ എത്ര പേർക്ക് ബാധ്യതയായിരുന്നു? സ്തോത്രം. ഇപ്പൊ പഴയ കാര്യങ്ങളൊന്നും ഓർക്കാതെ ഇങ്ങനെ പറയുകയാണ്, തലമുറകളൊന്നും വേണം, ഇതൊന്നും വിഷയമല്ല. അതല്ല, കടപ്പാടുകൾ നിർവർത്തിക്കുന്നതാണ് ജീവിതത്തിൽ സന്തോഷം. അല്ലാതെ കുറേ പണം ഉണ്ടാക്കാനും കുറേ ലോകപ്രകാരം ജീവിക്കാനും ഒക്കെ പറ്റും. പക്ഷെ അപ്പൻ്റെ ഇളയ മകൻ പറഞ്ഞ വാക്ക് ഓർമ്മ വേണം. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എൻ്റെ ദാസന്മാർ പോലും എത്ര സന്തോഷം അനുഭവിക്കുന്നു. ഞാനോ എൻ്റെ ഇഷ്ടപ്രകാരം വന്നിട്ട് ഇവിടെ എല്ലാം അനുഭവിച്ചു, ലോകത്തിൻ്റെ സുഖങ്ങളൊക്കെ അനുഭവിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും അപ്പൻ്റെ വീട്ടിൽ കിട്ടിയ സന്തോഷം, എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം, എനിക്ക് കിട്ടിയില്ല എന്ന് അപ്പൻ്റെ ഇളയ മകൻ പറഞ്ഞ വാക്ക് ഓർമ്മ വേണം. സഹിക്കേണ്ടുന്ന കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ സഹിച്ചു കൂടാത്ത 1-2 കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഞാൻ ആ ഭാഗത്തിലേക്ക് വരാം. 1-2 വാക്യങ്ങൾ നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാട്ടെ. നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിന് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇത് സർവശക്തനായ ദൈവം ദൈവമക്കളോട്, അഥവാ ദൈവത്തെ അറിഞ്ഞ, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് യാഗങ്ങൾ അർപ്പിക്കുന്ന ജനത്തോട് പറയുന്ന വാക്കാണ് യെശയ്യാ പ്രവാചകനിലൂടെ. വായിച്ചോളൂ. മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകൊറ്റന്മാരുടെയോ രക്തം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എന്റെ സന്നിധിയിൽ വരുമ്പോൾ എന്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാർ. ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസ്യയും ശബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസ്യകളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. ഞാൻ അവ സഹിച്ചു മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
മനസ്സിലാകുന്നുണ്ടോ? സർവശക്തനായ ദൈവം പറയുന്നു, ഞാൻ സഹിച്ച് മടുത്തിരിക്കുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ലോകത്തിൽ ദൈവത്തെ അറിയാത്തവനോടല്ല, ഈ ഹനനയാഗവും ഹോമയാഗവും അർപ്പിച്ച് അമാവാസ്യയും ശബത്തിലും വന്ന് സഭായോഗം കൂടി ദൈവത്തെ ആരാധിക്കുന്ന എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ചെയ്യുന്നതൊക്കെ കണ്ട് കണ്ട് എനിക്ക് സഹിച്ചുകൂടാ. എന്നിട്ട് പറയുന്നു, ഈ ഹനനയാഗവും ഹോമയാഗവും കൊണ്ട് എൻ്റെ ആലയത്തിലേക്ക് വന്ന് എൻ്റെ ആലയത്തെ ചവിട്ട നിങ്ങളോട് ആര് പറഞ്ഞു? ഈ പേരും പറഞ്ഞ് എന്തിനാ നിങ്ങൾ വരുന്നത്? എനിക്കത് വേണ്ട. കർത്താവിന് ഇതൊന്നും വേണ്ടാഞ്ഞിട്ടല്ല, കൈ രക്തം കൊണ്ട് നിറഞ്ഞ എൻ്റെ ഹനനയാഗവും ഹോമയാഗവും ഒക്കെ സഹിച്ച് ദൈവം മുഷിഞ്ഞ് വെറുത്ത് പറയുന്ന വാക്കാണത്. പകൽ എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ! നമ്മുടെ ആരാധനയും നമ്മുടെ കയ്യടിയും പാട്ടുമൊക്കെ നിങ്ങൾ നന്നായി പാടുമ്പോൾ അടുത്തിരിക്കുന്ന വ്യക്തിക്കും ദൈവദാസനും മറ്റുള്ളവർക്കും ഒക്കെ സന്തോഷമാണ്. കൊള്ളാം. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പാട്ട് കേൾക്കുമ്പോൾ, ഇവിടെ വന്നിരിക്കുന്നത് കാണുമ്പോൾ, നിങ്ങൾ കാണിക്കുന്ന ഭക്തി കാണുമ്പോൾ ഒക്കെ സന്തോഷമാണ്. എന്നാൽ ഈ കാഴ്ച അത്യുന്നതനായ ദൈവം കാണുമ്പോൾ എത്ര പേർക്ക് കേട്ട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ സന്തോഷമുണ്ട്? അത്യുന്നതനായ ദൈവം കാണുമ്പോൾ എങ്ങനെയാണ് ആ ആരാധനയെ, ഹനനയാഗത്തെ, ഹോമയാഗത്തെ എൻ്റെ ദൈവം വിലയിരുത്തുന്നത്? ഇത് എല്ലാ ആഴ്ചകളിലും നടക്കുന്നത് കണ്ട് കണ്ട് യാതൊരു ദൈവ സാന്നിധ്യവും ഇല്ലാതെ ദൈവമുമ്പാകെ അകൃത്യവും ദൈവഹിതമല്ലാത്ത പ്രവൃത്തികളും ചെയ്തു വന്ന് കാണിക്കുന്ന ഈ ഒരു പരിപാടി കണ്ട് കണ്ട് ഞാൻ സഹിച്ചു മടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യാതൊരു പ്രയോജനവും അതുകൊണ്ടുണ്ടാകുന്നില്ല. വാക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഈ പ്രവൃത്തി കൊണ്ട് നമുക്കൊരു ഗുണവുമില്ല. ഈ പ്രവൃത്തി രക്ഷയ്ക്കായി തീരുന്നില്ല. കാരണം എൻ്റെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് രക്ഷയ്ക്കായി വരണമെങ്കിൽ ഈ ഹനനയാഗവും ഹോമയാഗവും സഭായോഗങ്ങളും എനിക്ക് വിടുതലായി തീരണമെങ്കിൽ ഒന്നാമത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഈ രക്തം കഴുകിക്കളയണം. അല്ലെങ്കിൽ ഇത് ദൈവത്തിന് പ്രസാദമല്ല, വെറുപ്പും ദൈവത്തിന് സഹിച്ചു കൂടാത്ത തരത്തിൽ അത് ബുദ്ധിമുട്ടുമാകും. അവിടെ പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം ഞാൻ പറയട്ടെ, രക്തം കൊണ്ട് നിറഞ്ഞ നീ ആരാധിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത്രയ്ക്ക് ദൈവസന്നിധിയിൽ നിനക്ക് വെറുപ്പ് കുറഞ്ഞിരിക്കും. സ്തോത്രം എന്ന് പറഞ്ഞ് നീ ആരാധിക്കാതിരിക്കുന്നതല്ല, നീ പാപക്ഷമ പ്രാപിച്ച് ദൈവത്തോടടുത്ത് വന്ന് നീ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനാണ് കർത്താവ് നമുക്ക് വേണ്ടി വില കൊടുത്തത്. അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങളുടെ അകം, ദൈവത്തിന് ഇങ്ങനെയൊരു അനുഭവം സഹിക്കാൻ പറ്റുന്നതല്ല. ഹനനയാഗമുണ്ട്, ഹോമയാഗമുണ്ട്, സഭായോഗമുണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്, പ്രവൃത്തികളുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ദൈവത്തിന് സന്തോഷം വരുന്നില്ല എന്ന് മാത്രമല്ല, ദൈവത്തിന് വെറുപ്പാണ് താനും. പ്രസംഗമുണ്ട്, സാക്ഷ്യമുണ്ട്, പരസ്യോഗമുണ്ട്, ട്രാക്ട് കൊടുക്കലുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ എല്ലാം ഉണ്ട്. പക്ഷേ ദൈവത്തിന് പ്രസാദം വരണമെങ്കിൽ അത് ചെയ്യുന്ന ഞാൻ എൻ്റെ കൈവെടിപ്പായിരിക്കും. അല്ലെങ്കിൽ അത് ദൈവത്തിന് പ്രസാദത്തിന് പകരം ദൈവത്തിന് വെറുപ്പും
സഹിച്ചു മടുക്കുന്ന അനുഭവമായി മാറുമെന്ന്. കാരണം അതിൻ്റെ മാനദണ്ഡം, ഈ ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് രക്ഷയ്ക്കായി തീരുകയില്ല. വാക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അതെനിക്ക് രക്ഷയ്ക്കായി തീരുകയില്ല. അതുകൊണ്ട് ദൈവം അതിനെ വെറുക്കുന്നു. ഇനി വെളിപ്പാട് പുസ്തകം 2:2 വായിച്ചാട്ടെ. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരിൽ മതി. വെളിപ്പാട് പുസ്തകത്തിൽ ഈ 2-ാം അധ്യായം തൊട്ട് നമുക്കറിയാമല്ലോ, ആത്മാവ് സഭകളോട് പറയുന്ന ദൂതാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്? നല്ല ക്വാളിറ്റീസാണ് ആദ്യം പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? നിന്റെ പ്രവൃത്തി എനിക്കറിയാം, കൊള്ളാം. നമ്മളെ നോക്കി എത്ര പേർക്ക് പറയും? ദൈവം പറയുകയാണ്, കൊള്ളാം, നിന്റെ പ്രവൃത്തി എനിക്ക് സന്തോഷമാണ്. അത് കിട്ടിയാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അതിനു വേണ്ടിയാണ് നമ്മുടെ പരിശ്രമം. ചിലർ മറ്റുള്ളവരെ കൊണ്ട് എൻ്റെ പ്രവൃത്തി കൊള്ളാമെന്ന് പറയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വ്യഗ്രത കാണിക്കുന്നവരാണ്, അഭിനയിക്കുന്നവരാണ്. ഒരു പ്രയോജനമില്ല. ദൈവം എന്നെ നോക്കിക്കൊണ്ട് നിന്റെ പ്രവൃത്തി എനിക്കറിയാം. ഉപായമില്ലാത്ത, വ്യാജമില്ലാത്ത, നേരായ നിന്റെ പ്രവൃത്തി എനിക്ക് വലിയ സന്തോഷമാണ്. ശരി, നിന്റെ പ്രയത്നം. അവിടെ ഒരു വാക്ക് ഞാൻ പറഞ്ഞു. ദൈവമക്കളെ, പ്രവർത്തിക്കുക, പ്രയത്നിക്കുക, റിസൾട്ട് ദൈവത്തിൻ്റെ ഭാഷയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പ്രവർത്തിക്കുന്നു, പ്രയത്നിക്കുന്നു, റിസൾട്ട് തരുന്നത് ദൈവം. കോട്ടെ, നിന്റെ സഹിഷ്ണുത, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാ. അപ്പൊ ദൈവത്തിന് കൊള്ളരുതാത്തവരെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മോടും ദൈവം പറയുന്നു, നീയും അങ്ങനെ തന്നെയാണ്. കൊള്ളരുതാത്തവരെ, ദൈവവഴിക്ക് വരാത്തവരെ. ഈ ദൈവവഴിക്ക് വരാത്തവരെന്ന് പറയുന്ന ലോകത്വ പ്രകാരമുള്ളവരവിടെ അല്ല, അത് വ്യക്തമായിട്ട് പുസ്തകത്തിൽ പറയുന്ന ഭാഗത്തിലേക്ക് നമുക്ക് വരാം. അങ്ങനെയുള്ളവരെ നിനക്കെന്ത് ചെയ്തുകൂടാ? സഹിച്ചുകൂടാ. അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം യെശയ്യാവിൽ നമ്മൾ വായിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ സർവശക്തനായ ദൈവം തന്നെ എഫെസോസ് സഭയുടെ ക്വാളിറ്റി പറയുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ പോലെ നിനക്കും കൊള്ളരുതാത്തവരെ ഇഷ്ടമല്ല. നമുക്കും അങ്ങനെ ആയിരിക്കണം. യുവജനങ്ങളോടും കുഞ്ഞുങ്ങളോടും ഒക്കെ പറയട്ടെ, ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും നല്ല ഫ്രണ്ടായിരിക്കും അവൻ. ദൈവസന്നിധിയിൽ കൊള്ളരുതാത്ത പ്രവർത്തിക്കുടമയെങ്കിൽ നീ അതിനെ ഒരിക്കലും സഹിക്കരുത്. അവനെ നീ ബോധ്യപ്പെടുത്തണം. തെറ്റ്, അത് പാടില്ലാത്തതാണ്. ഒരുപക്ഷെ ആ വാക്ക് പറയുമ്പോൾ നിന്റെ ആ സൗഹൃദം ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്നിരിക്കാം. പക്ഷെ നീ ചെയ്യുന്നത് ദൈവത്തിങ്കൽ നല്ല പ്രവൃത്തി. എത്ര പേർക്ക് സ്തോത്രം പറയാം? നോ എന്ന് പറയാൻ രണ്ടുപേരുണ്ടെങ്കിലേ ഒരുത്തന് പാപബോധം വരൂ. അപ്പൊ കൊള്ളരുതാത്തവരെ നിനക്ക് എന്ത് ചെയ്തുകൂടാ? സഹിച്ചുകൂടാ. നല്ല ക്വാളിറ്റിയായി ദൈവം പറയുന്നു. ഇനി എന്തൊക്കെയാണ് ഈ കൊള്ളരുതാത്ത അല്ലെ ദുഷ്ട അനുഭവം എന്നൊക്കെ പറയുന്നത്? സ്തോത്രം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു, ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. മതി. ഈ ദുഷ്കർമ്മം ചെയ്തവനെ കൊരിന്ത്യ സഭയോട് പറയുകയാണ്. ഈ കൊരിന്ത്യ സഭ എങ്ങനെയുള്ള സഭയാണ്? ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത ഭയങ്കര സഭയാണ്. പക്ഷെ അവിടെ അടുത്ത് പറയുന്നത്, ഈ ദുഷ്കർമ്മം ചെയ്ത ഇവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറത്താക്കി കളയാൻ നിങ്ങൾ പുറത്താക്കിയില്ലെന്ന് മാത്രമല്ല,
അങ്ങനെ ഇവനോട് കൂടെ സഹകരിക്കേണ്ടി വരുന്നല്ലോ എന്നൊരു ദുഃഖം പോലും നിന്റെ അകത്ത് വന്നിട്ടില്ല. മനസ്സിലായോ? സ്തോത്രം. മനോഭാവങ്ങളെ അളക്കുന്ന ദൈവമാണ്. അങ്ങനെ ഈ പാപം അതിനോട് കൂടെ ചേരാനുള്ളതായ താല്പര്യത്തോട് നിങ്ങൾക്കൊരു ദുഃഖം പോലും വന്നിട്ടില്ല. അതിന്റെ 6-ാം വാക്യം തൊട്ടൊന്ന് വായിച്ചോട്ടെ. നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുവീൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? പുളിപ്പുള്ള, എന്താണ് പുളിപ്പെന്ന് അവിടെ പറഞ്ഞോ? തിന്മയും ദുഷ്ടതയുമായ ആ പുളിമാവ് കൊണ്ടല്ല നിങ്ങൾ ദൈവത്തിന് യാഗം കഴിക്കേണ്ടത്, പുളിപ്പില്ലാത്തത് കൊണ്ട് നിങ്ങൾ യാഗം കഴിക്കണം. കുഴപ്പമെന്തെന്നറിയാമോ? ഈ അസാരം പുളിമാവ്, അതാണ് കുഴപ്പം. നല്ലതിനെ കൂടെ ഇത് ശുദ്ധിയാക്കി. ദൈവമക്കളെ, ദൈവസഭ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നവരാണ്. ഓരോരുത്തർക്കും അവരവരുടെ പാർട്ടുണ്ട്. പാപികളായി ദോഷികളായിരുന്ന നമ്മെ തൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ഇതിനകത്തിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന നല്ല പിണ്ഡങ്ങൾ, നല്ല ദൈവ മക്കൾ അതിനെ പുളിപ്പുള്ളതാക്കി, എന്ന് പറഞ്ഞാൽ തിന്മ ദുഷ്ടത എന്നിവ ചേർത്ത് മൊത്തത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ശത്രുവിൻ്റെ പദ്ധതി. തമ്പുരാൻ അതിന് പറയുന്ന വാക്ക്, നീ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പുളിമാവിനെ, പുളിപ്പിക്കുന്നതിനെ നീക്കിക്കള. ഇതെങ്ങനെ നടക്കാം? ഇത് അവരവർ ചെയ്യേണ്ട കാര്യമാണ്. വാക്ക് മനസ്സിലാകുന്നുണ്ടോ? നിന്നെ സമീപിക്കുന്നത് പുളിമാവാണെന്ന് കണ്ടാൽ ചേർന്നിരിക്കരുത്. ഓട്ടോമാറ്റിക്കായിട്ട് നീയും പുളിച്ചും. മനസ്സിലായോ? ഈ അപ്പം പുളിപ്പിക്കാൻ ചെയ്യുന്ന എന്താണ്? ഈ പാല് തൈരാക്കാൻ ചെയ്യുന്ന പരിപാടി എന്താണ്? 2 ലിറ്റർ പാലെടുത്തിട്ട് 2 ലിറ്റർ തൈര് എടുക്കൂ. അല്പം തൈര്, ഈ അല്പം തൈര് ഈ 2 ലിറ്ററിനെയും അപ്പോൾ പുളിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ട അവനവന് കൊള്ളാം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവസഭയുടെ സ്നേഹത്തെ തകർക്കുന്ന, കുടുംബങ്ങളുടെ സ്നേഹത്തെ തകർക്കുന്ന അങ്ങനെയുള്ള വാക്കുകൾ, അങ്ങനെയുള്ള അനുഭവങ്ങൾ, തിന്മയ്ക്കായുള്ള ചിന്തകൾ, ഇതെല്ലാം പുളിപ്പിക്കുന്നതാണ്. അത് മറ്റൊരാൾക്കറിയില്ല, പക്ഷെ നിനക്കറിയാം. നിന്നെ സമീപിക്കുമ്പോൾ നിനക്കറിയാം ഇത് പുളിമാവാണ്. അതിനെ സഹിച്ചുകൊണ്ട് ഇരിക്കാനല്ല പുസ്തകം പറയുന്നത്, അതിനെ സഹിച്ചു കൂടാത്തത് എൻ്റെ ദൈവത്തിന് പ്രസാദമുള്ള സ്വഭാവമാണ്. എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ട്? സഹിച്ചു കൂടാത്തത്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ചിലരുടെയൊക്കെ ഒരു പ്രശ്നമാണ്, എന്തിനാണ് നമ്മളിനി വേദനിപ്പിക്കുന്നത്? അതങ്ങനെ ഇരുന്നോട്ടെ എന്നുള്ള ചിന്തയാണ്. പക്ഷേ അത് നിന്നെയും പുളിപ്പിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നുന്നുണ്ടായിരിക്കാം. 2 ദിനവൃത്താന്തം 19 1 മുതൽ ഒന്ന് വായിച്ചു നോക്കൂ. 2 ദിനവൃത്താന്തം 19 1 മുതൽ. യഹൂദ രാജാവായ യെഹോശാഫാത്ത് യെരുശലേമിൽ തന്റെ അരമനയിലേക്ക് സമാധാനത്തോടെ മടങ്ങി വന്നപ്പോൾ ഹനാനിയുടെ മകനായ യേഹൂ ദർശകൻ അവനെ എതിരേറ്റ് ചെന്ന് യെഹോശാഫാത്ത് രാജാവിനോട്, ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ? യഹോവയെ പകയ്ക്കുന്നവരോട് നീ സ്നേഹം കാണിക്കുന്നുവോ? അതുകൊണ്ട് യഹോവയെങ്കിൽ നിന്ന് കോപം നിന്റെ മേൽ വന്നിരിക്കുന്നു. മതി. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ? സ്തോത്രം. വാക്ക് മനസ്സിലാകുന്നുണ്ടോ?
യഹോവയെ പകയ്ക്കുന്നവനെ നീ സ്നേഹിക്കുന്നോ? അതുകൊണ്ട് ദൈവകോപം നിന്റെ മേൽ വന്നിരിക്കുന്നു. എത്ര പേർക്ക് വാക്കുകൾ മനസ്സിലാകുന്നുണ്ട്? ദൈവസഭയ്ക്ക്, ദൈവനാമത്തിന് മഹത്വമല്ലാത്ത പ്രവർത്തികൾ ചെയ്ത് ദൈവത്തെ പകയ്ക്കുന്നവരോടുള്ള നിന്റെ സ്നേഹം ദൈവകോപം നിന്റെ മേൽ വരാനുള്ള കാരണമാണ്. ദുഷ്ടന് സഹായം ചെയ്യുന്നത്, ഇവിടെ ആരെയാണ് ദുഷ്ടനെന്ന് പറഞ്ഞത്? ഇസ്രായേൽ രാജാവായ ആഹാബിനെ. വേറെ ആരെയുമില്ല. ഈ യഹോശാഫാത്ത് ഒരു ദൈവഭക്തനായ മനുഷ്യൻ. ആഹാബ് ദുഷ്ടനാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പം ആഹാബ് പറഞ്ഞു, എനിക്ക് ആരാം രാജ്യത്തോട് യുദ്ധം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, എന്നെ ഒന്നൊന്ന് സഹായിക്കാമോ? ഉടനെ ഈ യഹോശാഫാത്ത് പിന്നെ എന്ത്? ആരെങ്കിലും ഇങ്ങനെ വല്ലതും പറഞ്ഞാൽ ആദ്യം പറയുന്നവൻ ആരെന്ന് നീ നോക്കണം. അവന് ദൈവകൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കാത്തവനാണെങ്കിൽ നിന്റെ സഹായം അവന് പോകരുത്. വാക്ക് മനസ്സിലായോ? ദൈവത്തെ അറിയാത്ത ഒരുത്തനെ സഹായിക്കാം. ദൈവത്തെ അറിഞ്ഞു വന്ന് ഇങ്ങനെ ജീവിക്കുന്നവനോട് സംസർഗമാരുതം സഹിക്കാൻ പാടില്ല. അവനെ മടക്കിക്കൊണ്ടുവരാൻ ആദ്യം നോക്കണം, എന്നിട്ട് സഹായിക്കാം. സഹായിക്കേണ്ടെന്നല്ല. പ്രൈസ്. അപ്പോൾ ഈ ആഹാവ് പറഞ്ഞപ്പോൾ യഹോശാഫാത്ത് പറഞ്ഞു, അപ്പോൾ പിന്നെ അവിടെ ഒരു ആലോചനയൊക്കെ വന്നു. ആലോചനയൊക്കെ അറിയാമല്ലോ, അവിടെ കാകപ്പാടെ കുഴപ്പമായി. എങ്കിലും ഈ യഹോശാഫാത്തും കൂടെ പോയി. യഹൂദ രാജ്യത്തിൻ്റെ രാജാവാണ് യഹോശാഫാത്ത്, ഇസ്രായേലിൻ്റെ രാജാവാണ് ആഹാബ്. 2 ഗോത്രത്തിൻ്റെയും 10 ഗോത്രത്തിൻ്റെയും രാജാക്കന്മാർ. ആരാം രാജ്യത്തിനെതിരെ യുദ്ധം. അപ്പോൾ ഈ ആഹാബ് പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, നീ രാജാവായിട്ട് വസ്ത്രം ധരിച്ച് നിന്നോണം. ഞാനുണ്ടല്ലോ ഒരു പടയാളിയുടെ വേഷം ധരിച്ച് സാധാരണക്കാരനെ പോലെ അടവ് നോക്കിക്കോണം. നീ സഹായിക്കാൻ പോകുന്നവൻ്റെ അകത്തിരിക്കുന്ന ദുഷ്ടത നോക്കിക്കോണം. നിന്നെ കുഴിക്കകത്താക്കാൻ വേണ്ടിയാണ് അവൻ നടക്കുന്നത്. അല്ലെങ്കിൽ നിന്റെ തെറ്റിനെ അവൻ ചൂണ്ടിക്കാണിച്ചേനെ. സ്തോത്രം. ഞാനിവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോടൊരു വാക്ക് പറയട്ടെ. നിങ്ങളുടെ പല കൂട്ടുകാരുടെയും രഹസ്യം നിങ്ങൾക്കറിയാം. മനസ്സിലായോ? അവരുടെ തീരുമാനം കൊന്നാലും പറയില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ അവൻ ആരും രക്ഷപ്പെടരുതെന്നാണ്. സ്തോത്രം. അവൻ്റെ തെറ്റും കുറവും ഒളിപ്പിച്ച് വെച്ചിട്ട് അവന് കൂട്ടുനിന്നല്ല നീ രക്ഷിക്കേണ്ടത്. ആ തെറ്റ് പറയേണ്ടവരോട് പറഞ്ഞ് അവനോട് ആദ്യം പറയണം. അവനെ രക്ഷിക്കാൻ എന്താണോ നീ ചെയ്യുന്നത്, അതാണ് നിനക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം. കാണുന്നില്ല, ഓരോന്നൊക്കെ ഓരോ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ട് പോലീസുകാർ വന്ന് ആദ്യം ചോദിക്കുന്ന കൂട്ടുകാരോടാണ്. അപ്പോൾ കൂട്ടുകാർ അപ്പോഴാണ് പറയുന്നത്, എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നു. എന്ത് നീ നേരത്തെ പറഞ്ഞില്ല? ഒരു പക്ഷേ നീ പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു വലിയ അപകടം ഒഴിവാകുമായിരുന്നു. സ്തോത്രം. ഇവിടെ നോക്കൂ, ആഹാബ് ദുഷ്ടൻ. അവൻ പറഞ്ഞു, നീ രാജവസ്ത്രം ധരിച്ചങ്ങ് പൊയ്ക്കോ, ഞാനൊരു പടയാളികളെ പോലെ വന്നോളാം. ഈ അരാം രാജാവ് പറഞ്ഞിരുന്നു, അവൻ്റെ രഥനായകന്മാരോട് പറഞ്ഞിരുന്നു, ആരോടും നിങ്ങൾ യുദ്ധം ചെയ്യരുത്, രാജാവിനെ മാത്രമേ കൊല്ലാവൂ എന്ന് പറഞ്ഞു. ഇപ്പൊ രാജാവ് ആരാണ്? യഹോശാഫാത്ത്. കണ്ടോ? അപ്പൊ ഈ രഥനായകന്മാരെല്ലാം കൂടെ ആരെ വളഞ്ഞു? യഹോശാഫാത്ത് വളഞ്ഞു. യഹോശാഫാത്ത് കിടന്ന് അയ്യോ വിറച്ചുപോയി. അപ്പൊ ദൈവത്തിന് അവനോട് കരുണ തോന്നി. അവൻ അവിടെ നിന്ന് അവിടെ വായിച്ചു, യഹോവ അവനെ സഹായിച്ചു, അവനെ വിട്ടുപോകാൻ ദൈവം അവർക്ക് തോന്നിച്ചു. പ്രിയ കുഞ്ഞുങ്ങളെ, രക്ഷപ്പെട്ടത് നിന്റെ മിടുക്കുകൊണ്ടല്ല. ദൈവഹിതമല്ലാത്ത വഴിയെ സഞ്ചരിച്ചിട്ടും ദൈവഹിതമല്ലാത്ത മാർഗത്തിൽ പോയിട്ടും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്റെ ശത്രു നിന്നെ തകർക്കാതെ നീ രക്ഷപ്പെട്ടത് ദൈവം അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഇന്ന് പകൽ നീ അത് മനസ്സിലാക്ക. ഹല്ലേലൂയ. ഇനിയും ആ അപകടത്തിലേക്ക് ചെന്നുപെടാതെ അവന്റെ ഭാഗത്ത് നേരുണ്ടായിരുന്നത് കൊണ്ട് അവനെ വിട്ടുപോകാൻ
ദൈവം ആ രഥനായകന്മാർക്ക് തോന്നിച്ചു. നീ ഒരു ദൈവഭക്തനാണ്, നീ പുളിപ്പില്ലാത്ത വ്യക്തിയെങ്കിൽ നിന്നെ തകർക്കാൻ ചുറ്റും വട്ടം കൂടുമ്പോൾ ഒരു വാഗ്ദത്തം ദൈവം തരുന്നു. ആ ഇടങ്ങളിൽ ദൈവം അവിടെ നിന്നെ സംരക്ഷിക്കും. ഹല്ലേലൂയ. നീ ആഹാബിന് വന്ന ഗതികേട് എന്താണെന്നറിയാമോ? അവനിങ്ങനെ വേഷം മാറി പടയാളിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അവിടെ ഒരുത്തൻ ഒരു വില്ല് കൊലച്ച് നോക്കിയപ്പോൾ ഇതാ ഒരുത്തൻ ചുമ്മാ നിൽക്കുന്നു. അവൻ രാജാവാണെന്നറിയാതെ അവനെ എയ്തു കൊന്നു. അവൻ കഠിനമായി മുറിവേറ്റു. സ്തോത്രം. അവൻ്റെ രക്തം വാർന്നു വാർന്നു പോയി. അവൻ്റെ രഥത്തിൽ രക്തം വന്നു. നായ്ക്കൾ അവൻ്റെ രക്തം നക്കി. കാരണം ഇത് പ്രവാചകൻ നേരത്തെ പറഞ്ഞതാണ്. നാബോത്തിൻ്റെ നേരെ അവൻ്റെ ശബ്ദം ഉയർന്നപ്പോൾ, ഇനി മറ്റൊരു ദൂത് അവിടെ പറയട്ടെ, നിന്റെ പക്കൽ ഈ പുളിമാവും വെച്ചിട്ട് നീ എത്ര വേഷം മാറി നടന്നാലും, എന്തൊക്കെ അഭിനയിച്ചാലും, വെള്ളവസ്ത്രം ധരിച്ചാലും, കൈവൊക്കിയാലും, അന്യഭാഷ പറഞ്ഞാലും അമ്പ് നിന്റെ നേരെ തന്നെ വരും. വാക്ക് മനസ്സിലാകുന്നുണ്ടോ? അമ്പ് ആരുടെ നേരെ വരണമെന്ന് അത് അബദ്ധവശാലാണെങ്കിൽ, അത് അബദ്ധവശാലല്ല, അത് ദൈവം കൽപ്പിച്ചിരുന്നതാണ്. പക്ഷെ ആ പടയാളിക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. വേഷം മാറി നടന്നാലും അമ്പ് നിന്റെ പേരെ വരും. ഇനി നീ നേരെ നിന്നാൽ, നീ നല്ലവനാണെങ്കിൽ ദൈവം അവിടെ നിന്നോട് കരുണ കാണും. അപ്പം അവൻ മടക്കി വന്നിട്ട് വന്ന വഴിക്കാണ് യേഹൂ എന്ന ദർശകൻ പറഞ്ഞ വാക്കാണ് നമ്മൾ വായിച്ചത്. ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ? സ്തോത്രം. യഹോവയെ പകയ്ക്കുന്നവനെ നീ സ്നേഹിക്കുന്നുവോ? അതുകൊണ്ട് ദൈവകോപം നിന്റെ മേൽ വന്ന് അവരെയൊന്നും സഹിക്കാനോ അതിനെയും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനോ പാപവുമായി ദുഷ്പ്രവർത്തിയുമായി ദൈവമക്കൾക്ക് യാതൊരു ബന്ധവും ഉണ്ടാകരുത്. 1 കൊരിന്ത്യർ 5:9 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാനക്കാരനോ മദ്യപാനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത്. അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുതെന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. സ്തോത്രം. വായിച്ച് മനസ്സിലായി കാണുമല്ലോ. വേർതിരിച്ചവിടെ കൃത്യമായി പറഞ്ഞിരിക്കും. ദുർനടപ്പുകാരനോട് സംസർഗം അരുത് എന്ന് ഞാൻ നിങ്ങൾക്ക് എഴുതിയത് ലോകത്തിൽ ഇങ്ങനെ നടക്കുന്നവനോടല്ല. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ തന്നെ ചൊവ്വയിൽ വല്ലതും പോയി താമസിക്കേണ്ടി വരും. അങ്ങനെ പോകാനും നമുക്ക് നിവൃത്തി. അതല്ല, സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ, അവൻ്റെ മേൽ നീ ഇത് കാണുമ്പോൾ എന്തൊക്കെയാണ് അവിടെ കാണുന്ന കാര്യങ്ങൾ? ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാനക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ, ഇതൊക്കെ 1-2 കാര്യം, അത്രയും മാത്രമല്ല, ബാക്കി കാര്യങ്ങളുണ്ട്. അവിടെ എടുത്തു പറയാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാത്ത പ്രവർത്തിക്കുടമയാണെങ്കിൽ. ഞാനിവിടെ ഒരു കഴിഞ്ഞ ആഴ്ച നമ്മുടെ അല്ല, ഇവിടത്തെ അല്ല, വേറെ വെളിയിലെ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു വരുത്തി ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യമാണ്. നിനക്ക് പ്രയോജനമുള്ളവൻ, നിന്നെ സഹായിക്കുന്നവൻ, എനിക്ക് ഗുണമുള്ളവൻ എന്ന് പറഞ്ഞ് നീ കൂട്ടുകൂടരുത്. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നവൻ നാളെ നിനക്കും ദോഷം ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? കാരണം അവൻ്റെ അകത്ത് ദുഷ്ടതയുണ്ട്. എനിക്ക് കുഴപ്പമില്ല,
എന്നോട് ഇതുവരെ കുഴപ്പം കാണിച്ചില്ല എന്ന് പറഞ്ഞ് നീ ആശ്വസിക്കരുത്. ആ അകത്ത് കിടക്കുന്ന കാര്യം, ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരികയാണ്. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ സത്യമാണ്. കാരണം ഇവർ ഭയങ്കര ആത്മാർത്ഥ സുഹൃത്തുക്കളായി നടന്നവരാണ്. ഇവ അവന് വേണ്ടി മരിക്കും, അവ ഇവന് വേണ്ടി മരിക്കുമെന്ന് പറഞ്ഞ് നടന്നവരാണ്. അങ്ങനെ നടന്ന ഇവര് തെറ്റിക്കഴിഞ്ഞപ്പോൾ ഈ ചാവാൻ നടന്നവൻ വേറൊരാളോട് വിളിച്ച് പറയുന്നു, ഇവനെ നിങ്ങളുടെ മോളുമായി നല്ല ബന്ധമാണ്, സൂക്ഷിച്ചോണം. കണ്ടോ? വാക്ക് മനസ്സിലാകുന്നുണ്ടോ? അതുവരെ ഇങ്ങനെ നടന്ന എപ്പോഴാണ് ഈ ദുഷ്ടത നിന്നിലേക്ക് തിരിഞ്ഞു വരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയാൽ നീ അതിനെ സഹിക്കരുത്. വാക്ക് കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലായോ? സഹിക്കരുത്, നീ അകലം പാലിച്ചോണം. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും, ഉന്നത ഭാവവും നികള ഹൃദയവുമുള്ളവനെ ഞാൻ സഹിക്കയില്ല. ഉണ്ടോ? നമ്മൾ തുടക്കത്തിലെന്ന് പറഞ്ഞു, യഹോവയെ എപ്പോഴങ്ങ് എൻ്റെ അടുക്കൽ വരും. വരണമെങ്കിൽ ഉന്നത ഭാഗവും നികളമുള്ള ഹൃദയവും ദൈവഹിതമല്ലാത്തവൻ്റെ യാത്രയോടും കൂടെ ചേർന്ന് പറ്റും. എസ്തേറിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. എന്റെ ജനത്തിന് വരുന്ന അനർത്ഥം ഞാൻ എങ്ങനെ കണ്ടു സഹിക്കും? എന്റെ വംശത്തിന്റെ നാശവും ഞാൻ എങ്ങനെ കണ്ടു സഹിക്കും? മതി. ആര് പറയുന്ന വാക്കാണ്? എസ്തേർ പറയുന്ന വാക്കാണ്. അവൾ പറയുന്നു, എൻ്റെ ജനത്തിന് വരുന്ന അനർത്ഥം ഞാൻ എങ്ങനെ കണ്ട് സഹിക്കും, എൻ്റെ വംശത്തിൻ്റെ നാശവും ഞാൻ എങ്ങനെ കണ്ട്. ഇത് ദൈവപൈതലിൻ്റെ വാക്കാണ്. അവർക്കല്ലേ നമുക്ക് കുഴപ്പമില്ലല്ലോ എന്നല്ല നീ പറയേണ്ടത്, ഇതെനിക്കെങ്ങനെ സഹിക്കാൻ പറ്റും. അതിനൊരു കാരണം എസ്തേറിന് കുഴപ്പമില്ല. എസ്തേർ എവിടെ ഇരിക്കുകയാണ്? രാജസ്ഥാനത്തിരിക്കുകയാണ്. ഞാൻ ഈ ആ ഭാഗം വായിച്ചു വന്നപ്പോൾ ഈ 8-ാം അധ്യായം 1 തൊട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഹാമാനെ കൊന്നു. ഹാമാനെ മൊർദെഖായിക്ക് വേണ്ടി അവൻ ഒരുക്കിയ കഴുമരത്തിൽ തന്നെ എന്ത് ചെയ്തു? കൊന്നു. എന്നിട്ട് ഹാമാൻ്റെ വീട് ആർക്ക് കൊടുത്തെന്നറിയാമോ? എസ്തേറിന് കൊടുത്തു. ഭയങ്കര ഗംഭീരം വീടൊക്കെ. എന്നിട്ട് ആ മുദ്രമോതിരം ഊരി മൊർദെഖായിക്കും കൊടുത്തു. ആരെ കയ്യിൽ കിടന്ന? ഹാമാൻ്റെ കയ്യിൽ. ഏത് രാജ ഉത്തരവൊക്കെ മുദ്ര ചെയ്യാൻ പറ്റിയ സാധനം. അപ്പോൾ ഹാമാനെ കൊന്നു എന്ന് പറഞ്ഞ് ഇസ്രായേലിന് രക്ഷ വന്നില്ല. കാരണം അതിനു മുമ്പ് ഹാമാൻ രാജാവിനെ കൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവ് നിലവിലുണ്ട്. അത് പുറപ്പെടുവിച്ചവൻ മരിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഉത്തരവ് അങ്ങനെ തന്നെ നിൽക്കുന്നു. ഈ എസ്തേർ ഒന്നും ആവശ്യപ്പെട്ടില്ല. മനസ്സിലായോ? എൻ്റെ വീട്ടിൽ വിരുന്നിന് വരണമെന്ന് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. അവളുടെ ആഗ്രഹം എന്തെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ഈ അഹശ്വരേശ് കൂടെ ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്ത്? രാജ്യത്തിന്റെ പകുതി വേണോ? ഇസ്രായേൽ ഒരിടത്ത് നാശത്തിനിരിക്കുമ്പോൾ നീ രാജ്യത്തിന്റെ പകുതി വാങ്ങിച്ച് രക്ഷപ്പെടേണ്ട വ്യക്തിയല്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ദോഷമില്ല, എനിക്കും എൻ്റെ കുടുംബത്തിനും കുഴപ്പമില്ല എന്ന് കരുതി ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടവരല്ല ദൈവമക്കൾ. അതിൻ്റെ നടുവിൽ അല്പം സഹിക്കേണ്ടി വന്നാൽ എന്നിലൂടെ മറ്റുള്ളവർക്കൊരു നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതാണ് ദൈവ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എസ്തേർ ഇതൊക്കെ സംഭവിച്ചു. ദൈവം അവിടെ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? ഒരുക്കി. രാജാവിൻ്റെ കണ്ണ് തന്നെ എന്ത് ചെയ്തു? കണ്ടു. അവൻ അങ്ങനെയൊന്നുമല്ല ചെയ്തത്. മനസ്സിലായോ? ഈ വരുന്ന കുഴപ്പങ്ങൾ നോക്കണേ. അവൻ ബലാത്കാരം ചെയ്യാനൊന്നും അല്ല പോയത്. പക്ഷേ
ഇത് കള്ളന്റെ പ്രവൃത്തി എപ്പോഴും ഇങ്ങനെ തന്നെ വരും. മനസ്സിലാ, ദുഷ്ടന്റെ പ്രവൃത്തികൾ എപ്പോഴും നീ ചിലപ്പോൾ അവിടെ ചെയ്യുന്നത് കുഴപ്പം, അല്ലെങ്കിൽ നീ നേരത്തെ ചെയ്ത കുഴപ്പത്തിന് ഇവിടെയായിരിക്കും കിട്ടുന്നത്. അതിന് ഹാമാൻ ഒരു വലിയ, അവൻ ചെന്ന് കമന്ന് വീണു. അത് രാജാവ് പറഞ്ഞു, അവനെ തൂക്കിക്കൊണ്ട് അവൻ്റെ മുഖം എനിക്ക് കാണണ്ട, അവൻ എന്ത് ചെയ്തേരെ. അപ്പോഴാണ് പറഞ്ഞു അവിടെ ഒരു കഴുമരം നേരത്തെ ഉണ്ട്, പിന്നെ അവിടെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എസ്തേർ പിന്നെയും രാജസന്നിധിയിൽ ചെന്നു. ഒരിക്കൽ പൊൻചെങ്കോല് നീട്ടി. അന്നേരമാണ് എന്ത് പറഞ്ഞത്, വിരുന്നിന് വരണമെന്ന്. ഇപ്പോൾ ആ കാര്യത്തിന് പരിഹാരമായെങ്കിൽ എന്തിനാണോ അന്ന് ചെന്നത് അതിന് പരിഹാരം വന്നില്ല. പിന്നെയും പോയി. എന്തിന്? യഹൂദന്മാരുടെ രക്ഷയ്ക്ക്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ നോക്കാം, ഞാൻ ഒരിക്കൽ പോയി പൊൻചെങ്കോല് നീട്ടി, ഇനിയും നമ്മൾ പോയാൽ. അവൾ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. അവളുടെ ലക്ഷ്യം ഹാമാനെ കൊല്ലുകയല്ല, അവളുടെ ലക്ഷ്യം യഹൂദന്മാരുടെ രക്ഷയാണ്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, മറ്റുള്ളവരുടെ നാശമല്ല, മറ്റുള്ളവർക്ക് അനർത്ഥം വരുന്നതല്ല നമ്മുടെ ലക്ഷ്യം. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എത്ര പേർക്ക് സ്തോത്രം പറയാ. ഹല്ലേലൂയ. നമ്മുടെ സഭയിൽ വന്ന് ആരാധിക്കുന്ന, നമ്മോടൊപ്പം തിരുമേശയ്ക്ക് അവകാശികളായ, ഇവിടെ വന്ന് ഒരിക്കലെങ്കിലും പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ ആരും നഷ്ടപ്പെട്ടു പോകണമെന്നല്ല, അവരൊക്കെയും ജീവരക്ഷ പ്രാപിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഹാമാനെ കൊല്ലുന്നതല്ല, ഹാമാൻ നശിക്കുന്നതല്ല വിഷയം, ദൈവജനൻ രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ്. രാജാവിൻ്റെ അടുക്കലേക്ക് പിന്നെയും ചെല്ലുന്നു. രാജാവ് പിന്നെയും എന്ത് ചെയ്യുന്നു? പൊൻചെങ്കോൽ നീട്ടുന്നു. സ്തോത്രം. എന്താണ് നിന്റെ കാര്യം? അന്നേരം പറയുന്ന വാക്കാണ്. എന്താണ്? എൻ്റെ ജനത്തിൻ്റെ കഷ്ടത, അവർക്ക് വരുന്ന അനർത്ഥം ഞാൻ എങ്ങനെ കണ്ട് സഹിക്കും? എനിക്ക് ഈ കൊട്ടാരത്തിലിരുന്നാലും, ഒരു രാജ്ഞിയായിരുന്നാലും, ഹാമാന്റെ വീടെനിക്ക് കിട്ടിയാലും, വാക്ക് മനസ്സിലായിക്കോ, ഹാമാന്റെ വീടെനിക്ക് കിട്ടിയാലും, എൻ്റെ ഏറ്റവും അടുത്ത മൊർദെഖായിയെ വലിയവനായി ഉയർത്തിയാലും, ഇതൊക്കെ കിട്ടിയാലും എനിക്ക് തൃപ്തിയില്ല. എൻ്റെ ജനത്തിൻ്റെ അനർത്ഥം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വംശത്തിൻ്റെ നാശവും ഞാൻ എങ്ങനെ? സ്തോത്രം. അതാണ് സഹിക്കാൻ പറ്റാത്തത്. മറ്റത് സഹിച്ചുകൂടാത്തതാണ്. ഇതിനു വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അന്നേരം രാജാവ് അടുത്ത ഭാഗത്തോട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വീട്ടിൽ നിന്ന് വായിച്ചു നോക്കിക്കോ. മുദ്രമോതിരം നിന്റെ കയ്യിൽ, എല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എന്താണോ എഴുതേണ്ടത് അത് എഴുതി മുദ്ര വച്ച് അതത് ഭാഷകളിൽ അതത് ദേശത്തിന്, ഇനി ഇന്ത്യ വരെ ഉണ്ട്, ഹിന്ദു ദേശം മുതൽ കൂഷ് ദേശം വരെ ഈ എഴുത്ത് പോയി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏത് ഭാഷയാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇനി കേരളത്തിൽ വന്നപ്പോൾ മലയാള ഭാഷയിൽ എഴുതിയോ, അതോ ഇനി നോർത്ത് ഇന്ത്യയിൽ ഹിന്ദിയാണോ? എന്തായാലും ഇവിടെയും വന്നു ലെറ്റർ. എത്ര പേർക്ക് സ്തോത്രം പറയാ. പ്രൈസ് ദി ലോർഡ്. നീ ആത്മാർത്ഥമായി ഒരിടത്ത് നിന്ന് പരിശ്രമിച്ച, ഞാൻ വിചാരിച്ചാൽ എന്ത് നടക്കാൻ എന്ന് നീ കരുതരുത്. ഞാൻ വിചാരിച്ചാൽ എന്ത് സംഭവിക്കാൻ എന്ന് നീ കരുതരുത്. നീ വിചാരിച്ചാൽ പലതും സംഭവിക്കും. ഹല്ലേലൂയ. നീ വിചാരിച്ചാൽ പലരും രക്ഷ പ്രാപിക്കും. എത്ര പേർ ഏറ്റെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ വിചാരിച്ചാൽ ചിലതൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടും, ചിലരൊക്കെ രക്ഷപ്പെടും. ഹല്ലേലൂയ. ചിലർക്കൊക്കെ അത് രക്ഷയായി തീരുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. ഒന്നാത്മാർത്ഥമായി ഹല്ലേലൂയ. എനിക്കെന്ത് കഴിവുണ്ട്, എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നല്ല, ഞാൻ വിചാരിച്ചാൽ ഹല്ലേലൂയ ചിലർക്കൊക്കെ രക്ഷയ്ക്ക് അത് കാരണമായി തീരുക. എൻ്റെ ദൈവം എനിക്ക് ബലം തരുമെന്ന് വിശ്വസിക്കുന്നവർ അല്പസമയമെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയ